പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വീണ്ടും തുടർന്നുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം പഞ്ചഗ്രന്ഥിയുടെ ദൈവശാസ്ത്രങ്ങളിലേക്കാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം രണ്ട് തരത്തിലുള്ള പഞ്ചഗ്രന്ഥി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന രണ്ട് ദൈവശാസ്ത്ര ചിന്തകൾ നാം കണ്ടു. ഇനി ദിവസം മൂന്നാമത്തെയും അവസാനത്തെയുമായ ഒരു ദൈവശാസ്ത്ര ചിന്ത, ഉടമ്പടിയെക്കുറിച്ചുള്ള ചിന്ത നാം ഇന്ന് നടത്തുകയാണ്. നാം ഉടമ്പടിയുടെ ഒരു ജനതയാണ്. എല്ലാ ദിവസവും കർത്താവിൻ്റെ ബലി നാം അർപ്പിക്കുമ്പോൾ അതിലേറ്റവും കാതലായ ഭാഗത്ത് നാം പറയുന്ന ഒരു വാക്കുണ്ട്: നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം. കർത്താവിൻ്റെ രക്തം ഉൾക്കൊള്ളുന്ന പാനപാത്രം എടുത്തുകൊണ്ട് നാം തിരുസഭ നൽകുന്ന വചനം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം തന്നെ നാം ആവർത്തിക്കുന്ന ഇപ്രകാരമാണ്: ഉടമ്പടിയുടെ പാനപാത്രം. ഇപ്രകാരം നാം എല്ലാവരും ഒരു ഉടമ്പടിയുടെ മക്കളാണ്, ഒരു ഉടമ്പടിയുടെ ജനതയാണ്. ആയതിനാൽ തന്നെ ദൈവവും നാമുമായിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 11 മുതൽ: നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനിയൊരിക്കലും വെള്ളപ്പൊക്കത്താൽ ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടയാവുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു: എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനിയൊരിക്കലും ഉണ്ടാകുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു: ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ചപ്പാട് ഏറ്റവും ആദ്യം നമുക്ക് നൽകുക നോഹയുടെ ജീവിത ചരിത്രമാണ്. ആയതിനാൽ തന്നെ നോഹയുടെ ജീവചരിത്രം വായിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടിയെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹീബ്രു പദം എടുത്തു നോക്കിയാൽ ബെറിത്ത് എന്നുള്ള ഒരു വാക്കാണ് ഉടമ്പടിക്ക് പകരമായി, അല്ലെങ്കിൽ ഉടമ്പടി ഹീബ്രു വാക്കായ ബെറിത്ത് എന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്ന്. ഈ ബെറിത്ത് എന്ന് പറയുമ്പോൾ, സാധാരണ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു കരാറ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കടന്നു വരിക. പക്ഷേ ഈ ബെറിത്ത് എന്ന് പറയുമ്പോൾ 3-4 അർത്ഥതലങ്ങൾ നമുക്ക് മുൻപിൽ ഈ ബെറിത്ത് എന്ന വാക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ബെറിത്ത് നമ്മോട് പറയുക അതൊരു ഒബ്ലിഗേഷനാണ്, അതൊരു ഇമ്പോസിഷനാണ്, അത് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്ന ഒരു വാക്കാണ്. അതേപോലെ തന്നെ ബെറിത്ത് എന്ന് നമ്മോട് പറയുമ്പോൾ ബെറിത്ത് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു വലിയ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ പിന്നീട് ഈ ബെറിത്ത് അതിൻ്റെ അർത്ഥതലത്തിൽ അത് ഒരു ഉടമ്പടിയായി മാറ്റപ്പെടുന്നു. അതിനേക്കാൾ വളരെ മനോഹരമായിട്ട് വചനം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: ടു കട്ട് ദ കവനൻറ്റ് എന്നുള്ള ഒരു വാക്കാണ് ഉടമ്പടിയോടൊപ്പം എല്ലായ്പ്പോഴും ഉപയോഗിക്കുക. ഉടമ്പടി നിർമ്മിക്കുക, ഉടമ്പടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി ഉടമ്പടി കട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നാം അതിനെ അവതരിപ്പിക്കുക. കാരണം അത് ഉടമ്പടിയുടെ ഭാഗമായി മുറിക്കപ്പെടുന്ന ജീവജാലങ്ങൾ, പക്ഷിമൃഗാദികളുടെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്രകാരം ഉടമ്പടി കട്ട് ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് കറാത്ത് ബെറിത്ത് എന്നുള്ള ഒരു അർത്ഥതലം ഹീബ്രു വചനത്തിൽ
നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഏറ്റവും ആദ്യം ഈ ഉടമ്പടി എന്നുള്ള ബെറിത്ത് എന്നുള്ള വാക്ക് കടന്നു വരിക ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 18-ാം വചനത്തിലാണ് ഈ ഉടമ്പടി എന്നുള്ള വാക്ക് കടന്നു വരിക. നോഹയുടെ ജീവിതത്തെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. നോഹയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ 5-ാം അധ്യായം 29-ാം വചനം നാം ഇപ്രകാരം വായിക്കുന്നു. നോഹയ്ക്ക് ജീവിതം വഴി നോഹ ഒരു ആശ്വാസമായി മാറും എന്ന് കരുതിക്കൊണ്ട് തന്നെ നോഹയുടെ പിതാവായ ലാമക്ക് നോഹ എന്ന് പേരിടുന്നു. ഈ നോഹ എന്നുള്ള പേര് കടന്നു വരിക നഹാം എന്നുള്ള ഹീബ്രു പദത്തിൽ, അല്ലെങ്കിൽ മൂല്യരൂപം നഹാം എന്നുള്ളതാണ്. ഈ നഹാം എന്ന് വെച്ചാൽ ഒരു കംഫർട്ട് എന്നുള്ള അർത്ഥതലമാണ്. യേശയ്യാപ്രവാചന പുസ്തകം 40-ാം അധ്യായം 1-ാം വചനം, അടിമത്തത്തിൽ കഴിഞ്ഞ ജനത തിരികെ വരുമ്പോഴത്തേക്കും ഇപ്രകാരമാണ് ഒരു വലിയ പ്രവചനം യേശയ്യാപ്രവാചകൻ നൽകുക. നെഹും നെഹും, എൻ്റെ ജനമേ ആശ്വസിക്കുക, എൻ്റെ ജനമേ ആശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം നോവ ആശ്വാസം എന്നുള്ള നഹാം എന്നുള്ള വാക്കിൽ നിന്ന് ഈ പേര് ലാമക്ക് എടുത്ത് തൻ്റെ പ്രിയപുത്രന് നൽകുകയാണ്. ഇപ്രകാരം ആശ്വാസത്തിൻ്റെ ഒരു വ്യക്തിയായി കടന്നു വന്ന നോഹ, നമുക്ക് പിന്നെ ചരിത്രം അറിയാം. നോഹയുടെ സംഭവങ്ങൾ നമുക്കറിയാം. തിന്മ വർദ്ധിക്കുന്നു. നോഹയുടെ പിതൃഗണത്തിൽപ്പെട്ട എനോഹിനെ പോലെ തന്നെ. കാരണം നോഹയുടെ പിതാവ് ലാമക്കിൻ്റെ പിതാവ് മെത്തുഷലേക്കിൻ്റെ പിതാവായിരുന്നു എനോഹ്. ഇപ്രകാരം നോഹയ്ക്ക് മുൻപുണ്ടായിരുന്ന 3 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന എനോഹിനെ പോലെ തന്നെ ദൈവത്തിന് സംപ്രീതികരമായി ജീവിച്ച നോഹയുടെ ജീവിതത്തിലേക്ക് തിന്മ പ്രവേശിക്കാതെ അവൻ നീതിമാനായി നിലകൊണ്ടു എന്ന് വചനം പറയുന്നു. അതിനാൽ നീതിമാനായി നിലകൊണ്ട നോഹ അവൻ ജലപ്രളയത്തെ മറികടക്കുന്നു. ജലപ്രളയത്തെ മറികടന്ന് നോഹ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കർത്താവ് നോഹയുമായിട്ട് ഒരു നിത്യമായ ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. നോഹയുമായിട്ട് നിത്യമായിട്ടുള്ള ഒരു ഉടമ്പടി ദൈവം നടത്തുകയാണ്. ഇവിടെ 9-ാം അധ്യായം 9-ാം വാക്ക് മുതൽ 17-ാം വാക്ക് വരെ, 6-ാം അധ്യായം 18-ാം വചനത്തിൽ നോഹയുമായി സ്ഥാപിക്കുന്ന ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ വിശദമായ തലങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരിക, അല്ലെങ്കിൽ വിശദമായ തലങ്ങൾ വചനം നമുക്ക് വെളിപ്പെടുത്തരിക 9-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വചനങ്ങളിലാണ്. അവിടെ പല ഭാഗത്തും ഉടമ്പടി എന്നുള്ള ആ വചനം ഒത്തിരിയേറെ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. 9-ാം അധ്യായം 12-ാം വചനത്തിൽ വരുന്നുണ്ട്, 13-ാം വചനത്തിൽ വരുന്നുണ്ട്, 16-ൽ വരുന്നുണ്ട്, 17-ാം വചനത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുക, നോഹയുമായിട്ടുള്ള ഉടമ്പടി അത് പ്രകൃതിയോടുള്ള ഉടമ്പടിയായി, ജീവജാലങ്ങളുള്ള ഉടമ്പടിയായി, ഭൂമിയോടുള്ള ഉടമ്പടിയായി, സകല ജീവജാലങ്ങളോടുമുള്ള ഉടമ്പടിയായിട്ട് ദൈവം അവതരിപ്പിക്കാൻ. ആയതിനാൽ നോഹയുടെ ഉടമ്പടി നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുക, ഒരിക്കലും ദൈവം തൻ്റെ സൃഷ്ടികളെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കാതെ തൻ്റെ നിത്യമായ കാരുണ്യത്താൽ തൻ്റെ നിത്യമായ വിശ്വസ്തതയാൽ അവരെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു അനുഭവത്തിനാണ് നോഹയുമായിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം വഹിക്കുക. അവിടെ ഒരു അടയാളമായിട്ട് ദൈവം മഴവില്ലിനെ സ്ഥാപിക്കുന്നുണ്ട്. ഇപ്രകാരം ഓരോ ഉടമ്പടിക്കും 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാർ എന്നത് പറയുന്ന പോലെ തന്നെ ദൈവമാണ് ഇവിടെ ഇനീഷ്യേറ്റ് എടുക്കുക, ദൈവമാണ് ഇവിടെ മുന്നോട്ട് വരിക. കാരണം നോഹ നന്മയിൽ വെറുതെ നിലകൊണ്ടാൽ മതി. ദൈവമാണ് മുന്നോട്ട് വന്നിട്ട് പറയുക, ഞാൻ ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുകയില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും തിന്മയിലേക്ക് കൊണ്ടുപോകുകയില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും ജലപ്രളയത്താൽ മൂടുകയില്ല, ഞാൻ സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന സൃഷ്ടാവായ ദൈവമാണ് എന്നുള്ള ചിന്ത. ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള കരുതലും കരുണയുമാണ് നോഹയുടെ ഉടമ്പടി നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തരിക. നമുക്കിനി 2ാമത്തെ ഉടമ്പടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത ഉടമ്പടി എന്ന് പറയുക അബ്രഹാമുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. പൂർവ്വപിതാവായ അബ്രഹാത്തോട് ദൈവം ചെയ്ത ഉടമ്പടി. ആ ഉടമ്പടി നമുക്കറിയാം. അബ്രഹാത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഈ ഉടമ്പടിയുടെ ആദ്യ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഏറ്റവും ആദ്യം നമുക്കറിയാം അബ്രഹാത്തെ വിളിക്കുന്നു, ഒരു അനുഗ്രഹമായി തീരാൻ വിളിക്കുന്നു. അവിടെ നിന്ന് നമുക്കറിയാം അബ്രഹാത്തിൻ്റെ നാട് വിട്ട് പോരുവാനായിട്ട് ദൈവം അബ്രഹാത്തോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അബ്രഹാം തൻ്റെ നാടായ ഊറിൽ നിന്ന് അബ്രഹാം ഹാരാനിലേക്ക് യാത്ര ചെയ്യുന്നു. ഹാരാനിൽ വന്നിട്ട് അബ്രഹാം അവിടെ നിന്ന് ഷെഖേം പിന്നെ ബഥേൽ വഴി കാനാനിൽ എത്തിച്ചേരുന്നു. ഇതാണ് അബ്രഹാത്തിൻ്റെ യാത്ര എന്ന് പറയാം. ഈ യാത്രയിൽ അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യാൻ, ഈ ദൈവത്തിൻ്റെ ഉടമ്പടി, അബ്രഹാമായിട്ടുള്ള ഉടമ്പടി നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലാണ് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുക. വളരെ മനോഹരമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അബ്രഹാമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുക. അബ്രഹാമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അബ്രഹാത്തോട് ദൈവം പറയുന്ന 2 കാര്യങ്ങളാണ്. നിനക്ക് ഒരു നാട് സ്വന്തമായിട്ട് നൽകും, ജനതകളെ നിനക്ക് നിൻ്റെ പിൻഗാമികളായി ഒരു ജനത രൂപം കൊള്ളും. ഇപ്രകാരം അബ്രഹാമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അബ്രഹാം സംശയാലുവായി തീരുന്നുണ്ട്. കാരണം അബ്രഹാം സംശയാലുവായി തീരുവാനായിട്ടുള്ള കാരണങ്ങൾ നിരവധിയാണ്. കാരണം അബ്രഹാത്തിൻ്റെ ഭാര്യയായ സാറ വന്ധ്യയായിരുന്നു. അബ്രഹാത്തിന് മക്കളുണ്ടായിരുന്നില്ല. അബ്രഹാം ആ സംശയം ഉടമ്പടിയുടെ സമയത്ത് തന്നെ ദൈവമായ കർത്താവ് താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാൻ വരുമ്പോൾ തന്നെ കർത്താവിനോട് അബ്രഹാം ഈ സംശയം അവതരിപ്പിക്കുന്നുണ്ട് എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം ദൈവത്തിൻ്റെ ഉടമ്പടിയിലേക്ക് അബ്രഹാം വിശ്വാസത്തോടെ പ്രവേശിക്കുക. അബ്രഹാം അവിടെ തൻ്റെ അവിശ്വാസമെല്ലാം മാറ്റിവെച്ച് അതീവ വിശ്വാസത്തോടെയാണ് അബ്രഹാം ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക. അവിടെ വളരെ കൃത്യതയോടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. അബ്രഹാത്തിൻ്റെ വിശ്വാസം അവൻ നീതിയായി പരിഗണിച്ചു എന്ന് തിരുവചനത്തിൽ നാം പല സ്ഥലങ്ങളിലും വായിക്കുന്ന കാര്യമാണ്. അങ്ങനെ അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിലൂടെയാണ് അബ്രഹാം ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അബ്രഹാത്തോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ ഇവിടെയും നമുക്ക് 2 രീതിയിൽ കാണുവാനായിട്ട് സാധ്യമല്ല. കാരണം ഇവിടെ ദൈവമാണ് കൂടുതൽ വാഗ്ദാനങ്ങൾ അബ്രഹാമിന് കൊടുക്കുക. ഒരു 1 സൈഡഡ് കവനൻ്റാണ്, ഒരു ഉടമ്പടിയാണ് അബ്രഹാമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അബ്രഹാത്തിൻ്റെ പക്കൽ നിന്ന് ഒറ്റ കാര്യം മാത്രമേ അബ്രഹാം തിരികെ നൽകുന്നുള്ളൂ: ആഴമേറിയ വിശ്വാസം. കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള, കർത്താവിൻ്റെ കരുതലിലും കർത്താവിൻ്റെ ശക്തിയിലുമുള്ള കർത്താവ് ഒരു സോവറൈൻ ഗോഡ്, കർത്താവ് ശക്തനാണ്, കർത്താവ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് അബ്രഹാം കടന്നു വരുന്നു. അവിടെയാണ് ദൈവം അബ്രഹാമായിട്ട് ഉടമ്പടി ചെയ്ത് അബ്രഹാത്തെ ഒരു ജനതയാക്കി മാറ്റും എന്നുള്ള ഒരു ശക്തമായ ചിന്ത അബ്രഹാമിൻ്റെ ജീവിതത്തിനും നൽകുന്നത്. ഇതാണ് അബ്രഹാമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒരു വശം എന്ന് പറയുക. 3-ാമത്തെ ഉടമ്പടിയിലേക്ക് നമുക്ക് കടന്നു വരാം. 3-ാമത്തെ ഉടമ്പടി എന്ന് പറയുക ദൈവം മോശയുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. മോശയുമായിട്ട്, അല്ലെങ്കിൽ മോശയിലൂടെ ഇസ്രായേൽ ജനതയുമായിട്ട് ദൈവം ഉണ്ടാക്കിയ ഉടമ്പടി. ദൈവം ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് 3-ാം മാസം വളരെ കൃത്യമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം നമ്മോട് പറയുന്നു. 19-ാം അധ്യായം ആരംഭിക്കുന്നതിന് ഇപ്രകാരമാണ്: 3-ാം മാസം ആയപ്പോൾ അവർ സീനായ് മലമുകളിൽ എത്തിച്ചേർന്നു. അപ്പോൾ സീനായ് മലകളിൽ എത്തുന്ന ഇസ്രായേൽ ജനം, അവിടെ ദൈവം മോശയെ തൻ്റെ പക്കലേക്ക് വിളിക്കാൻ വളരെ മനോഹരമായ ഒരു ചിത്രം ഈ 19-ാം അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ ദൈവം ആരംഭിക്കുന്ന ഉടമ്പടിയുടെ ഒരു പ്രോസസ്സ് അത് 24-ാം അധ്യായത്തിലാണ് സമാപിക്കുക. ഇപ്രകാരം 5 അധ്യായങ്ങളാണ് മോശ നടത്തിയ, അല്ലെങ്കിൽ ദൈവം മോശയുമായി നടത്തിയ ഉടമ്പടിയുടെ വിവരണം. പുറപ്പാടിൻ്റെ പുസ്തകം 19 മുതൽ 24 അധ്യായങ്ങൾ വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
വളരെ മനോഹരമായിട്ട് ഇപ്രകാരം ചിത്രീകരിക്കുന്നു. 19-ാം അധ്യായം തുടങ്ങുമ്പോൾ മോശ ജനത്തോട് ഒപ്പമാണ്. ദൈവം മോശയെ മലമുകളിലേക്ക് വിളിക്കുന്നു. 19-ാം അധ്യായം 1-ാം വചനം. അത് കഴിയുമ്പോൾ അതിന് വിവരണം നോക്കിപ്പോയാൽ വീണ്ടും 3-ാമത്തെ വചനത്തിൽ തൻ്റെ ദൈവത്തിൻ്റെ വിളി കേട്ട മോശ 3-ാമത്തെ വചനത്തിൽ മലമുകളിലേക്ക് കയറുന്നു. അവിടെ ദൈവമായിട്ട് സംസാരിക്കുന്നു. 7-ാമത്തെ വചനത്തിൽ മോശ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു. വീണ്ടും ദൈവം അറിയിച്ച കാര്യങ്ങൾ ജനത്തോട് പറഞ്ഞുകൊണ്ട് 8-ാം വചനം പറയുന്നു. മോശ വീണ്ടും മലമുകളിലേക്ക് കയറിപ്പോകുന്നു. 8 കഴിഞ്ഞ് 14-ാം വചനത്തിൽ വരുമ്പോൾ മോശ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് താഴത്തേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു. 20-ാം വചനത്തിൽ മോശ വീണ്ടും മലമുകളിലേക്ക് കയറിപ്പോകുന്നു. വീണ്ടും 19-ാം അധ്യായം 25-ാം വചനത്തിൽ മോശ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് വീണ്ടും താഴത്തേക്ക് വരുന്നു. അവിടെ ദൈവം പറഞ്ഞ വചനങ്ങൾ മോശ ജനത്തെ അറിയിക്കുന്നു. അവിടെയാണ് 20-ാം അധ്യായം ആരംഭിക്കുമ്പോൾ 10 കൽപ്പനകൾ നമുക്ക് ലഭിക്കുക. അതിനെ തുടർന്നുള്ള നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭിക്കുക. ഇപ്രകാരം 20, 21, 22, 23 അധ്യായങ്ങൾ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ. ഇവിടെയാണ് ബെറിത്ത് ഒരു ഇമ്പോസിഷനാണ്, അല്ലെങ്കിൽ ബെറിത്ത് എന്നുള്ളത് ഒരു ബാധ്യതയാണ്, ലയബിലിറ്റി ജനത്തെ ഏൽപ്പിക്കുകയാണ്, ഉത്തരവാദിത്വം ജനത്തെ ഏൽപ്പിക്കുകയാണ്. കാരണം ദൈവം തൻ്റെ ജനവുമായിട്ട് ഉടമ്പടി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജനത താനുമായിട്ട് ഉടമ്പടി ഏർപ്പെടാനായിട്ട് താൻ പറയുന്ന നിയമങ്ങളും വചനങ്ങളും അവർ എന്തായാലും അനുസരിക്കണം എന്നുള്ള ചിന്തകളിലേക്ക് ജനത്തെ ദൈവം വളർത്തുകയാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിയിക്കപ്പെട്ടതിന് ശേഷം മോശ വീണ്ടും മലമുകളിലേക്ക് പോവുകയാണ്. 24-ാം അധ്യായത്തിൽ 1-ാം വചനത്തിൽ നാം കാണുന്നു, മോശ കുറച്ച് പേരോടുകൂടെ ദൈവസന്നിധിയിലേക്ക് പോകുന്നു. അവിടെ 24-ാം അധ്യായം 8-ാം വചനം, മോശ വീണ്ടും ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് മോശ ജനതയുമായിട്ട് ഉടമ്പടി ഏർപ്പെടുന്നു. അവിടെ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് മോശ അൾത്താരയിലും ജനത്തിൻ്റെ മേലും തളിക്കുന്നു. ഇപ്രകാരം അവിടെ ഉടമ്പടിയുടെ പ്രോസസ്സ് പൂർത്തി ആവുകയാണ്. അതിനുശേഷം 24-ാം അധ്യായം 11-ാം വചനത്തിൽ ഉടമ്പടിയുടെ ഭാഗമായി ഏറ്റവും അവസാനം മോശ ജനത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവർ പാനം ചെയ്യുന്നു. ഇവിടെയാണ് നേരത്തെ ഏറ്റവും നാം കണ്ട ബെറിത്ത് എന്നുള്ള വചനത്തിന് വളരെ സമൃദ്ധമായ ഭക്ഷണം എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം കൂടി നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയാം. ഇപ്രകാരം ദൈവത്തിൻ്റെ ജനവുമായി, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ജനതയായി മാറ്റുന്ന ഒരു സീനായ് ഉടമ്പടി അവിടെ മോശ, ദൈവവും ജനവും തമ്മിലുള്ള ഉടമ്പടി മോശ മധ്യസ്ഥനായി നിന്നുകൊണ്ട് നിറവേറ്റുകയാണ്. ഇതാണ് വചനത്തിൽ നാം കാണുന്ന, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥിയിൽ നാം കാണുന്ന 3-ാമത്തെ ഉടമ്പടി എന്ന് പറയുക. ഇപ്രകാരം ദൈവമായിട്ടുള്ള ബന്ധം, അതാണ് 2-ാമത്തെ ഉടമ്പടിയിൽ, 3-ാമത്തെ ഉടമ്പടിയായ മോശയുടെ ഉടമ്പടിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 2-ാമത്തെ ഉടമ്പടിയിൽ അബ്രഹാമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു വലിയ അടയാളമായിട്ട് ശരീരത്തിൽ തന്നെ എല്ലായ്പ്പോഴും നിങ്ങൾ അതിൻ്റെ അടയാളം, പ്രത്യേകിച്ച് പുരുഷന്മാർ അതിൻ്റെ അടയാളം വഹിക്കണം എന്നുള്ള ചിന്ത കർത്താവ് നൽകുന്നുണ്ട്. അങ്ങനെയാണ് പരിച്ഛേദനം കടന്നു വരിക. 3-മതായിട്ട് കുഞ്ഞാടിൻ്റെ രക്തം, അത് ഒരു വലിയ അടയാളമായി, തളിക്കപ്പെടുന്ന രക്തം ഉടമ്പടിയുടെ ഒരു വലിയ അടയാളമായിട്ട് ജനത്തിനും ദൈവത്തിനും മധ്യേ നിലകൊള്ളുകയാണ്. അവിടെ മോശയുടെ ഉടമ്പടിയിൽ ദൈവം നൽകുന്ന നിയമങ്ങൾ ഒരു വലിയ കാര്യമായിട്ട്, അവിടെ മറ്റൊരവസ്ഥയുണ്ട്. ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ ദൈവത്തെ പോലെ പരിശുദ്ധരായി നിലകൊള്ളണം എന്നുള്ള ഒരു വലിയ ചിന്ത കൂടി കർത്താവ് നൽകുന്നുണ്ട്. ദൈവമായിട്ട് ഉടമ്പടിയിൽ പങ്കുചേരുന്നവർ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരണം. ദൈവം നൽകുന്ന എല്ലാ നിയമങ്ങളും അവർ എല്ലായ്പ്പോഴും കാത്തു പാലിക്കണം. എങ്കിൽ മാത്രമേ മോശ നടത്തിയ നിത്യമായ ഉടമ്പടിയിൽ പങ്കുകാരാകാനായിട്ട് ഇസ്രായേൽ ജനത്തിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിന് കഴിയുള്ളൂ എന്ന് അവിടുന്ന് വളരെ കൃത്യമായിട്ട് മോശ വഴി ജനത്തെ അറിയിക്കുന്നുണ്ട്. ആയതിനാൽ 3-ാമത്തെ മോശയുടെ ഉടമ്പടി എന്ന് പറയുക, ദൈവം തൻ്റെ ജനതയെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം. അതായിരുന്നു മോശയുടെ ഉടമ്പടിയുടെ ഫലം എന്ന് പറയുക.
നാം പഞ്ചഗ്രന്ഥിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 ഉടമ്പടികളിലൂടെ നാം കടന്നുപോയി. ഇതോടൊപ്പം തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള 3 ഉടമ്പടികൾ കൂടി, വളരെ പ്രധാനപ്പെട്ട 3 ഉടമ്പടികൾ കൂടി പഴയ നിയമത്തിൽ നമ്മൾ കാണുവാൻ കഴിയും. അതുകൂടി പറഞ്ഞു തീർത്താൽ ആ ഉടമ്പടിയെക്കുറിച്ചുള്ള ആ ചങ്ങല നമുക്ക് തീർക്കുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള മറ്റൊരു ഉടമ്പടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക സംഖ്യയുടെ പുസ്തകത്തിലാണ്. സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായം 12-13 വചനങ്ങൾ. അവിടെ നമുക്ക് മുൻപിൽ കടന്നു വരുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. കാരണം ഇസ്രായേൽ ജനം ഇങ്ങനെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മിദ്യാൻകാരുടെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മിദ്യാനിലെ സ്ത്രീകളുമായിട്ട് ഇസ്രായേൽ പുരുഷന്മാർ വേഴ്ചകളിൽ ഏർപ്പെടുകയും അവിടെ മിദ്യാൻകാരുടെ വിജാതീയ ദൈവങ്ങളെ മിദ്യാൻകാരുടെ ദൈവങ്ങളുടെ ആരാധനയിൽ ഇസ്രായേൽ ജനം പങ്കുചേരുകയും ചെയ്തു. അവിടെ വലിയ മഹാമാരി ജനത്തെ എപ്പോഴും ഗ്രഹിച്ചു കഴിയുന്നു. അവിടെ മഹാമാരി കടന്നു വരുമ്പോഴത്തേക്കും ദൈവം മോശയോടും ജനത്തോടും പറയുന്നുണ്ട്, ഈ മഹാമാരി നിങ്ങളുടെ പക്കൽ നിന്ന് നിങ്ങൾ എടുത്ത് കളയണം. ദൈവത്തിൻ്റെ ഈ വചനം കേട്ട അഹ്റോൻ്റെ ചെറുമകനായ ഫിനെഹാസ്, അവൻ ഒരു കുന്തമെടുത്തുകൊണ്ട് പരസ്യമായ വേഴ്ചയിൽ ഏർപ്പെട്ടിരുന്ന ഒരുവനെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ്. അവിടെ ഫിനെഹാസിൻ്റെ ധൈര്യം, ഫിനെഹാസിന് ദൈവത്തിൻ്റെ വചനത്തുള്ള തീഷ്ണത ദൈവം കൃത്യമായി കാണുകയും ഫിനെഹാസ് വഴിയായിട്ട് പുരോഹിതന്മാരുമായിട്ടുള്ള തൻ്റെ ഉടമ്പടി നിത്യമായിരിക്കുമെന്ന് അവിടുന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അവിടെയാണ് പുരോഹിതന്മാരുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി നിത്യതയോടെ നിലകൊള്ളും എന്ന് ദൈവം മോശയെയും ഇസ്രായേൽ ജനത്തെയും അറിയിക്കുക. അപ്പോൾ 4ാമത്തെ ഒരു നിത്യമായിട്ടുള്ള ഉടമ്പടിയായിട്ട് നാം കാണുക ദൈവം പുരോഹിതന്മാരോട് ചെയ്ത, അഹ്റോൻ്റെ വംശത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അത് കഴിയുമ്പോൾ നാം പഞ്ചഗ്രന്ഥിയിലല്ലെങ്കിലും അത് കഴിയുമ്പോൾ നാം കാണുന്ന നിത്യമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുക ദാവീദിനോട് ചെയ്ത ഉടമ്പടിയാണ്. നമുക്കറിയാം സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ സാമുവേലിൻ്റെ ഈ പുസ്തകത്തിൽ ദാവീദിനോടും ദാവീദിൻ്റെ വംശ പരമ്പരയോടും ദൈവം നിത്യമായ ഉടമ്പടിയിൽ ഏർപ്പെടും. അല്ലെങ്കിൽ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള മക്കളെ, ദാവീദിൽ നിന്ന് നിത്യനായിട്ടുള്ള ഒരു രാജാവ് കടന്നു വരുന്നതിനെക്കുള്ള ചിന്തകളെല്ലാം നൽകുന്നത് 2 സാമുവേൽ 7-ാം അധ്യായമാണ്. അതേപോലെ തന്നെ 2 സാമുവേൽ 23-ാം അധ്യായം 5-ാം വചനത്തിലും ഇപ്രകാരം നിത്യമായിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് ദാവീദിൻ്റെ വംശവുമായിട്ട്, ദാവീദിൻ്റെ തുടർന്നുള്ള തലമുറയായിട്ട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയെക്കുറിച്ച്, നിത്യമായിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്കായി വെളിപ്പെടുത്തരുന്നു. പിന്നെ നാം കാണുക ജെറമ്യ പ്രവാചകൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള പുതിയ ഉടമ്പടിയാണ്. അതും നിത്യമായ ഉടമ്പടിയാണ്. 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനങ്ങൾ ജെറമ്യ പ്രവാചകൻ പറയുന്ന പുതിയ ഉടമ്പടി, നിത്യമായിട്ടുള്ള പുതിയ ഉടമ്പടി. ഇങ്ങനെ 6 നിത്യമായിട്ടുള്ള ഉടമ്പടികളാണ് നാം പഴയ നിയമത്തിൽ നമ്മൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അതിൻ്റെ തുടർച്ചയായിട്ട് ജെറമ്യ പ്രവചനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉടമ്പടിയിലേക്കാണ് ദൈവത്തിൻ്റെ ജനത്തെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഉടമ്പടിയുടെ പൂർത്തീകരണം തൻ്റെ യാഗത്തിൽ കുരിശാകുന്ന ബലിവേദിയിൽ കർത്താവ് പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തുവാനായിട്ട് കഴിയും. ആയതിനാൽ പഞ്ചഗ്രന്ഥിയിൽ ഉടമ്പടിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം അത് നോഹയിൽ നിന്ന് ആരംഭിച്ച് നന്മയുടെ ജീവിതം നയിച്ചിരുന്ന നോഹയിൽ നിന്ന്, ആശ്വാസത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന നോഹയിൽ നിന്ന് ആരംഭിച്ച് അബ്രഹാത്തിലൂടെ ഒരു പുതിയ ജനതയുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ, പിന്നീട് മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനതമായി ഉടമ്പടിയിലൂടെ സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് ദാവീദ് രാജാവിനിലൂടെ, പുരോഹിതന്മാരുടെ ഫിനെഹാസിലൂടെ, അതേപോലെ തന്നെ അവസാനം ജെറമ്യ പ്രവാചകനിലൂടെ ഉടമ്പടിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കാഴ്ച കർത്താവിൻ്റെ വചനം നമുക്ക് മുൻപിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെയാണ്
പഞ്ചഗ്രന്ഥിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രവുമായിട്ട് ദൈവവും ഞാനും തമ്മിലുള്ള, ദൈവവും ജനതയും തമ്മിലുള്ള ഉടമ്പടി നിലകൊള്ളുക. ദൈവവും മനുഷ്യനും എന്നതുപോലെ തന്നെ പഞ്ചഗ്രന്ഥിയുടെ പുസ്തകത്തിൽ മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടികളും നമുക്ക് കാണുന്നുണ്ട്. അതെല്ലാം രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ലാബാനും യാക്കോബും തമ്മിലുള്ള ഒരു ഉടമ്പടി നാം കാണുന്നുണ്ട്. അതേപോലെ വീണ്ടും രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദും ജോനാഥനും തമ്മിലുള്ള ഒരു ഉടമ്പടി നാം കാണുന്നുണ്ട്. ഇപ്രകാരം പഞ്ചഗ്രന്ഥി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളും, അതേപോലെ മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളും നമുക്ക് മുൻപിൽ പഞ്ചഗ്രന്ഥി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചഗ്രന്ഥിയിലെ ഉടമ്പടികളിൽ നാം കടന്നുപോയ ദൈവവും മനുഷ്യനായി നടത്തിയ ഉടമ്പടികളും, അതേപോലെ യാക്കോബിൻ്റെയും ലാബാൻ്റെയും ജീവിതത്തിൽ നാം കണ്ട ഉടമ്പടികളും എല്ലാം വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നായിട്ട് മാറുക. കാരണം സീനായ് മലമുകളിലെ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുചേരാനായിട്ടുള്ള ഒരു ക്ഷണമുണ്ട്. ദൈവത്തിന് വേണ്ടി വിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം രണ്ടു പേരുടെയും മേൽ, ബലിപീഠത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും തളിക്കുന്ന വഴി അവർ ആ വലിയ ഉടമ്പടിയിൽ പങ്കുകാരായി മാറുകയാണ്. അതേപോലെ ഉടമ്പടിക്ക് ശേഷം അവർ പങ്കുചേരുന്ന ഭക്ഷണം അവിടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ കടന്നു വന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് അത് മാറുകയാണ്. അതുതന്നെയാണ് പുതിയ നിയമത്തിലും നമുക്കായി സംഭവിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയിൽ നാം പങ്കുചേരുന്നു. അതേപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന വഴി ഉടമ്പടിയുടെ മറ്റൊരു ഭാഗം തന്നെയായ ദൈവീക ഭക്ഷണത്തിൽ നാം പങ്കുചേരുകയും ചെയ്യുന്നു. അതാണ് ഈ എല്ലാ പഴയ നിയമത്തിൻ്റെ ഉടമ്പടികളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടതായി നാം കാണുക. അവിടെയാണ് പഞ്ചഗ്രന്ഥിയിൽ നാം കണ്ട ഉടമ്പടികൾക്കെല്ലാം വളരെ പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് ദർശിക്കുവാൻ കഴിയുക. ആയതിനാൽ തന്നെ പഞ്ചഗ്രന്ഥിയിൽ നാം പ്രധാനമായി കണ്ട നോഹയുടെ ഉടമ്പടി, അബ്രഹാത്തിൻ്റെ ഉടമ്പടി, സീനായ് ഉടമ്പടി, പിന്നീട് നാം കണ്ട ഫിനെഹാസിനോട് ചെയ്ത കർത്താവിൻ്റെ ഉടമ്പടി, പഞ്ചഗ്രന്ഥിക്ക് പുറമെ നാം കണ്ട ജെറമ്യ പ്രവാചകനിലൂടെ നമുക്ക് ലഭിച്ച പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദാവീദിൻ്റെ കുടുംബത്തിന് ദൈവം നൽകിയ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം, അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ, കർത്താവായ ക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.